സുജിന ഈ സംസാരിക്കലൊക്കെ റെക്കോർഡ് തന്നെയാണ്. ഇത് നാളെ ഇതാണ് വീഡിയോ ആയിട്ട് വരും ചെയ്യും. ബെറ്റിംഗ് ഗെയിം നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത പോലെ പൈസ പോയിട്ട് വിളിച്ച് ഞങ്ങളിങ്ങനെ തെറിയടിക്കുന്നില്ല പച്ചക്ക്. ഇതൊക്കെ റെക്കോർഡ് തന്നെയാണ്. നാളെ കാണാം. ചെറുപ്പശ്ശേരിക്കാരുണ്ടെങ്കിൽ ആ സുജിന്റെ വീട്ടിലൊക്കെ ഒന്ന് പോയോക്ക്. ഒരു മണിക്കൂർ കൊണ്ട് 10,000 രൂപ, ഒരു ദിവസം കൊണ്ട് 1,00,000 രൂപ. അപ്പടി തോന്നി മല്ലു ഫാമിലി ഇതും കൊണ്ടുവന്നിട്ട് ഇതിപ്പോൾ എല്ലാവരും മുങ്ങി താഴാനുള്ള സമയമായി എന്ന്. 2 ആഴ്ച മുമ്പ് മല്ലു ഫാമിലിയിലെ ഭാര്യ, ഭർത്താവ്, അനിയത്തി ഉൾപ്പെടെയുള്ളവർ ഗെയിമിംഗ് ആപ്പൊക്കെ പ്രൊമോട്ട് ചെയ്തിരുന്നു. ഇവർ മാത്രമല്ല ഒരുപാട് പേര് ഇതൊക്കെ ഇന്നത്തെ കാലത്ത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്പോഴേ തോന്നിയതാണ് ആരും പോയി ഇതിൽ തല വയ്ക്കരുതെന്ന്. ഇതൊക്കെ ഒരു തരം ഉടായിപ്പാണ്. കാരണം പലരും കേൾക്കാതെ ഇതിലൊക്കെ പോകുമ്പോഴേക്കും തല വെച്ച് കൊടുക്കുകയും പോയി വലിയ വലിയ വിപത്തിൽ ചെന്ന് കുരുങ്ങുകയും ചെയ്യുന്നതാണ് പതിവ്. മാത്രമല്ല ഈ പ്രൊമോഷൻ വീഡിയോ ഒക്കെ കണ്ടാൽ ഇതിലൊക്കെ കൊതി പിടിച്ചിട്ട് ആരായാലും തല വെച്ച് പോകും. മല്ലു ഫാമിലി ആദ്യം ഇൻസ്റ്റയിൽ ഒരു പ്രൊമോ വീഡിയോ ഇട്ടു. പിന്നീട് വീഡിയോയുടെ അവസാനം പറയും ഞങ്ങൾക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, അതിലേക്ക് വന്നാൽ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരാമെന്ന്. മാത്രമല്ല അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുക്കുന്ന പതിവുമുണ്ട്. അങ്ങനെ പലരും വന്ന് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. പിന്നെ വാട്സപ്പിൽ രാവിലെ സുജിൻ കുറച്ച് സ്ക്രീൻഷോട്ട്സൊക്കെ ഷെയർ ചെയ്യാറുള്ള പതിവുണ്ട്. അതിൽ പുള്ളിക്കാരന് കളിച്ച് ക്യാഷ് കിട്ടിയെന്ന രീതിയിലായിരിക്കും പലപ്പോഴും ക്യാഷ് കിട്ടാറുമുണ്ടായിരിക്കും. പിന്നെ വോയിസ് ഇടും, കണ്ടില്ലേ എനിക്ക് 1 മണിക്കൂറിൽ 10,000 രൂപ കിട്ടി, 5 മണിക്കൂറിൽ ലക്ഷക്കണക്കിന് രൂപ കിട്ടി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇതൊക്കെ കാണുന്നവർ വല്ലാത്ത ആഗ്രഹം. കാരണം ഇന്നത്തെ സാഹചര്യവും ചുറ്റുപാടുമൊക്കെ അതാണല്ലോ. ഒരുപാട് പേർക്ക് വളരെയധികം സാമ്പത്തിക പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും പിന്നെ ജോലി ഇല്ലാത്ത ആൾക്കാരുടെ എണ്ണം വർദ്ധിക്കുകയും ചിലവിന് പോലും നിത്യ ചിലവിന് പോലും വഴി കാണാൻ പറ്റാതെ കഷ്ടപ്പെടുന്നവർ ധാരാളം പേരുണ്ട്. അപ്പം അവരൊക്കെ ഈ പറയും ക്വിക്ക് മണി എന്ന് പറഞ്ഞൊരു കാര്യം. കാരണം എങ്ങനെയെങ്കിലും അങ്ങനെയൊക്കെ കിട്ടിയാലേ അവർക്ക് അവരവരുടെ പ്രശ്നങ്ങളിൽ നിന്നും ഒരു വിധമെങ്കിലും തലയുരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട് ഇതൊക്കെ ഉടായിപ്പാണെന്ന് അറിയാമല്ലോ, റിസ്ക് ആണെന്ന് അറിയാമല്ലോ, എന്തിനാണ് പോയി പിന്നെ ഇതൊക്കെ ഇവർ ചെയ്യാൻ പോകുന്നതെന്ന്. കാരണം അവരുടെ സാഹചര്യം അങ്ങനത്തെ രീതിയിലുള്ളതായിരിക്കും. നിസ്സഹായരായിട്ട് ഇങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴായിരിക്കും ഇതുപോലെ ഓരോ പണം സമ്പാദിക്കാനുള്ള വഴികളൊക്കെ കണ്ടിട്ട് അവരറിയാതെ തന്നെ അവർ ഇതിലൊക്കെ പോയി കുരുങ്ങുന്നത്. മാത്രവുമല്ല ഇങ്ങനെയായാൽ വേറൊരു പണിക്ക് പോകണ്ട എന്ന് വിചാരിക്കുന്ന ചില വിഭാഗക്കാരും ഇതിലൊക്കെ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇതിലേക്ക് ആൾക്കാർ വരാൻ തുടങ്ങും. അവർ ക്യാഷൊക്കെ ഇൻവെസ്റ്റ് ചെയ്യിക്കും. പിന്നെ സ്ക്രീൻഷോട്ടൊക്കെ സുജിനും ചില സമയങ്ങളിലൊക്കെ ഫേക്കായിട്ടൊക്കെ, ഇപ്പോൾ സുജിൻ അങ്ങനെ ചെയ്തോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല, ആണെങ്കിലും സാധാരണ ഇതിൽ വന്നിട്ട് ഫേക്കായിട്ടുള്ള സ്ക്രീൻഷോട്ട്സൊക്കെ ഉൾപ്പെടുത്താറുള്ള പതിവുണ്ട്. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതിനായിട്ട് ധാരാളം പേര് ചേരുകയും പിന്നീട് വാട്സപ്പിലൊക്കെ ചില കാര്യങ്ങൾ സുജിൻ ഷെയർ ചെയ്യുന്നത് നമുക്കൊന്ന് കേട്ടിട്ട് തിരിച്ചു വരാം. ഹേ ഗൈസ്, സുജിനാണ്. മറ്റേ ഇതില്ലേ നമുക്ക് വാട്സാപ്പിൽ ഇങ്ങനത്തെ ട്രേഡിങ് കാര്യങ്ങൾ ചെയ്യുന്നതിന് എനിക്കിന്ന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അതായത് വാട്സാപ്പിൽ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. എനിക്ക് ഇങ്ങനത്തെ ട്രേഡിങ് കാര്യങ്ങൾ വാട്സാപ്പ് ചാനലിൽ കൂടെ ഇങ്ങനെ ഉണ്ടാക്കി ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ അതിലിട്ട ലിങ്ക് ടെലിഗ്രാമിൻ്റെ അത് നിങ്ങൾക്ക് കയറുന്ന കുറച്ച് ഉപയോഗങ്ങൾ കേട്ടോ. അതിൽ നമുക്ക് ഈ ഒരു ഗെയിമിൻ്റെ ഒരു അഡ്മിനും ആ ഒരു ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ അയാൾ ഒരുപാട് ട്രിക്സ് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മറ്റേ നമ്മുടെ ഗ്രൂപ്പിൽ കറക്റ്റായിട്ട് അതിൽ ഇടുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ആണെങ്കിൽ ഇതിക്കൊന്ന് പോസ്റ്റ് ആക്കുക. നിങ്ങൾ കണ്ടിട്ട് ഓക്കെ എന്നുണ്ടെങ്കിൽ ടെലിഗ്രാം എടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിലൊന്ന് ജോയിൻ ആക്കിക്കോ. എല്ലാവർക്കും വേണ്ടിയിട്ട് പറയണത് അതിൽ ഗെയിം കളിക്കണം എന്നുള്ള ആൾക്കാർ, കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വേണമെങ്കിൽ അതിലേക്കൊന്ന് കയറിക്കോ. ഒരുപാട് ഇന്ന സമയത്ത് ബിഗ് വരും, ഇന്ന സമയത്ത് സ്മാൾ വരും, ഇന്ന സമയത്ത് ഇന്നത് വരും എന്നൊക്കെ ഇവിടെ ഒരു പ്രഡിക്ഷനാണ്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്മിന്, അതായത് ഗെയിമിൻ്റെ ഒരു അഡ്മിന് അതിൽ നമ്മളടുത്ത് മറ്റേ കാര്യങ്ങളെല്ലാം പോസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ എല്ലാവരും ആ ഒരു ഗ്രൂപ്പിലേക്ക് മാറി. ഞാൻ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്. കാരണം അത് നമുക്കൊരു കാരണം ഒരു ചെറിയ പ്രശ്നം വന്നിട്ടുണ്ട്. കാരണം ഇത് ചെയ്യുന്നതിന് ഇങ്ങനെ ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങൾ നമുക്ക് വാട്സപ്പ് ചാനൽ ഉണ്ടാക്കി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ എല്ലാവരും ആണെങ്കിൽ ഒരു ടെലിഗ്രാം ഞാൻ ഉണ്ടാക്കിയതിൻ്റെ പേര്, അപ്പോൾ അതിലേക്ക് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ജോയിൻ ആയിക്കോ. അതിൽ ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ എൻ്റെ ഒരു വീഡിയോ ഇതിലേക്ക് എടുത്തിടാം. അപ്പോൾ ഈ പ്രൊമോയൊക്കെ കണ്ട് ധാരാളം പേര് ഇതിൽ ക്യാഷൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ക്യാഷ് കൂടുതലായിട്ട് പോകാൻ തുടങ്ങിയപ്പോഴേക്ക് കുറേ ആളുകൾ പണം ആവശ്യപ്പെട്ട പുള്ളിയെ വിളിക്കുവാൻ തുടങ്ങി. അങ്ങനെ പുള്ളിക്ക് മനസ്സിലായി വാട്സപ്പ് ഗ്രൂപ്പൊക്കെ റൺ ചെയ്താൽ കുഴപ്പമാകുമെന്നും പുള്ളി നൈസായിട്ട്
വാട്സപ്പ് റൺ ചെയ്യാൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു ടെലിഗ്രാം ചാനൽ തുടങ്ങി അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം എന്ന് പറയുന്നുണ്ട്. ലിങ്കിൽ കയറിക്കൊള്ളാനായിട്ട് ടെലഗ്രാമിൽ കയറിക്കൊള്ളാനായിട്ട് പറയുകയും ചെയ്യും. അത് അഡ്മിൻ വേറൊരാളാണെന്നും പറയുന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് വേറെ ഒരു വാട്സപ്പിൽ ഒരു വോയിസുമായി പുള്ളിക്കാരൻ വന്നു. അതൊന്ന് കേട്ടിട്ട് തിരിച്ചു വരാം. ഗൈസ്, സുജിനാണ്. നമ്മളിതിന് മുന്നേ ഞാൻ ഇതിപ്പോൾ 2 ദിവസം മുന്നേ ഞാൻ അതിലൊരു ലിങ്ക് ഇട്ടു ടെലിഗ്രാമിൻ്റെ. അപ്പോൾ നമ്മൾ ആ ഒരു ലിങ്കിലേക്ക് ജോയിൻ ആവുക കേട്ടോ. കാരണം ഈ ഒരു വാട്സപ്പിൽ നമുക്ക് പറ്റില്ല. ഈ വാട്സപ്പിൽ നമ്മൾ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് ബെറ്റിങ് ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പിന്നെ അതുപോലെ തന്നെ 2-3 ആൾക്കാർ കുറച്ച് ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മറ്റേ പ്രോസസ്സിങ് കിടക്കുന്ന സുജിനെ പേയ്മെൻറ്റ് ക്രെഡിറ്റ് ആയിട്ടില്ലാന്ന്. അപ്പോൾ 2-3 ദിവസങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി ക്രെഡിറ്റ് ആവും. ഇത് ചില ആൾക്കാരുടെ 4 ദിവസം കേട്ട പൈസ കയറി എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരു തവണ പൈസ കയറി കഴിഞ്ഞാൽ പിന്നെ പൈസ കയറും. അത് നിങ്ങൾ 2 ദിവസം വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളെ സ്വന്തം റിസ്ക് തന്നെ കളിക്കുക. ഞാൻ പറഞ്ഞതാക്കിയോണ്ട് ഒരിക്കലും കളിക്കാൻ നിൽക്കരുത്. പൈസ കിട്ടിയാലും പോയാലും അത് നിങ്ങൾ തന്നെയാണെന്ന് സൂക്ഷിച്ച് നോക്കി കളിക്കുക. ഞാൻ എപ്പോഴേ പറയണു, ഞാൻ ഇപ്പൊ തന്നെ ഇവിടെ ടെലിഗ്രാമിന്റെ ലിങ്ക് ഇടുന്നുണ്ട് ഞാൻ അപ്പൊ അതുപോലെ തന്നെ ഇതിട്ടതിന് ശേഷം ഞാൻ ഈ ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ടെലിഗ്രാമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മളെ വേറൊരു അഡ്മിനും കൂടി അതിലുണ്ട്. അപ്പോൾ അയാൾ കറക്റ്റ് ആയിട്ട് നമുക്ക് മറ്റേ ഗെയിമിനെ പറ്റിയിട്ട് പ്രൊഡിക്ഷനും കാര്യങ്ങളും അതായത് പറയുന്നുണ്ട്. അവർ പറഞ്ഞു തരുന്ന പോലത്തെ ഒറ്റയ്ക്ക് കളിക്കാതെ നിങ്ങളുടെ ഐഡി വെച്ചിട്ട് കൂടി കളിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇത് പൈസ വെച്ചിട്ട് കളിയാണ്. അപ്പോൾ നിങ്ങളെ സ്വന്തം റിസ്ക് തന്നെ കളിക്കുക. ഓക്കെ, അമ്മയുടെ ഫോണാണിത്. അമ്മയുടെ ഫോൺ പൊട്ടിയിട്ട് സത്യം പറഞ്ഞാൽ ഒരുപാടായി. എപ്പോഴും വാങ്ങി കൊടുക്കണമെന്ന് വിചാരിക്കുമ്പോഴും പൈസ അങ്ങോട്ട് റെഡി ആവാറില്ല. ഇപ്പം പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് പൈസ വന്നിട്ടുണ്ട്. അപ്പോൾ വിചാരിച്ചു അമ്മയ്ക്ക് ഒരു ഫോൺ വാങ്ങി കൊടുക്കാമെന്ന് വിചാരിച്ചു. നേരെ പോയി പെരിന്തൽമണ്ണയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫോൺ നമ്മളെ റിയൽമിയുടെ 13 Pro എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം സ്റ്റോറേജും എല്ലാ കാര്യങ്ങളും ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഫോൺ വാങ്ങിയത് നേരെ വീട്ടിലേക്ക് എത്തി. അമ്മ അറിയാതെ വാങ്ങാൻ പോയിട്ടോ. അമ്മയുടെ കൈക്ക് കൊടുത്തപ്പോൾ അമ്മയുടെ ആ ഒരു സന്തോഷം, അമ്മയുടെ ആ ഒരു മുഖത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് വേണമെങ്കിൽ ഞങ്ങളൊന്ന് കേട്ടോ. കണ്ടോ, അമ്മയ്ക്ക് ഒരുപാട് സന്തോഷം പേരക്കുട്ടികളായിട്ട്. അപ്പോ ഈ ഫോൺ വാങ്ങിയതും ഗെയിം കളിച്ചിട്ടാണ്, 100% ഗെയിം കളിച്ചിട്ടാണ്. ഈ ഗെയിം എങ്ങനെ കളിക്കേണ്ടത് എന്നുള്ളത് ഇപ്പൊ കാണിച്ചു തരാം. അപ്പോൾ അതാ എൻ്റെ ബയോയിൽ ഇങ്ങനെ ഒരു ലിങ്ക് കിടക്കുന്നുണ്ട്. അതിൽ നേരെ കയറി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇന്റർഫേസ് ആണ് ആദ്യം വരും. അതിൽ നിങ്ങളെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇങ്ങനെ ലോക്ക് വരും. അത് അൺലോക്ക് ചെയ്തതിന് ശേഷം നേരെ കയറി കഴിഞ്ഞാൽ ബിൻഗോ എന്നുള്ള സംഗതി കാണാം. ബിൻഗോയിൽ കയറി കഴിഞ്ഞാൽ നേരെ ഉള്ള പോകുക. അതൊരു പ്രൊഡിക്ഷൻ ഗെയിമാണ്. ബിഗ് സ്മാൾ പെട്ട 2 സംഗതി കാണാം. ഞാൻ അതിൽ ബിഗിൽ ഒരു 5000 രൂപ ഇടാണ്. എത്ര രൂപ കിട്ടണം? നോക്കിയത് ഒരു പ്രൊഡിക്ഷൻ ആണ്, പൈസ വെച്ചുള്ള കളിയാണ്. സൂക്ഷിച്ച് കളിക്കുക, ഓൺ റിസ്കിൽ. ഓക്കെ, ഇതൊരു ലൈവ് ഗെയിം ആയതുകൊണ്ട് തന്നെ മേലെ ടൈം പോകുന്നത് നിങ്ങൾക്ക് നേരെ കാണാൻ പറ്റും. 5000 രൂപ വെച്ചിട്ടുണ്ടോ പോവോ കിട്ടുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയില്ല കേട്ടോ. പ്രൊഡിക്ഷൻ ആണ്. ഓക്കെ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, എനിക്ക് 9,800 രൂപ കിട്ടിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ ടെലിഗ്രാം ലിങ്കിൽ ജോയിൻ ചെയ്യുക. ചെറുപ്പശ്ശേരിക്കാരുണ്ടെങ്കിൽ ആ സുജിന്റെ വീട്ടിലൊക്കെ ഒന്ന് പോയോക്ക്. പാശ മുങ്ങിട്ടുണ്ടാവും. ഇതെല്ലാരും കൂടി മെനക്കെട്ടത് ഇവനെതിരെ കംപ്ലൈന്റ് കൊടുത്ത് അകത്തിലുള്ള വകുപ്പുണ്ട്. പണിയാട്ടിട്ടൊക്കെ പോണത്. എന്തായാലും കുഴപ്പമില്ല. എൻ്റെ 500 പോയുള്ളൂ. ദൈവത്തിന് സ്തുതി, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇനി എന്തായാലും നമ്മളതിന് മുൻപ് ആരോ പറഞ്ഞ് ഞാൻ കേട്ടു, എന്താ പറയാ, പല വഴികൾ അതിനകത്ത് പല രീതികൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് മാറി ട്രൈ ചെയ്യാൻ. പക്ഷെ മാറി ട്രൈ ചെയ്യുമ്പോഴും നമ്മുടെ അതേപോലെ മാറി പൈസ പോകാനല്ലേ ചെയ്യണത്. ഒരു പ്രാവശ്യം പോയി പാഠം പഠിച്ച ആള് പിന്നെ അതിന് നിൽക്കില്ലല്ലോ. അത്ര എനിക്ക് ഞാൻ പറയാനുള്ളൂ. പിന്നെ എന്തായാലും ഇനി ആരും പൈസ അങ്ങോട്ട് ഇട്ട് കളിക്കേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആർക്കും ആരുടെയും അഭിപ്രായ വ്യത്യാസം പറയുമൊന്നുമല്ല. ഇട്ട് കളിക്കേണ്ട ഉള്ളത് കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ തോന്നുന്നു. ഞാൻ എന്തായാലും ഇതിന് 500 രൂപ പോയി അതിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ഞാൻ അതിൻ്റെ ലീഗലായുള്ള വശങ്ങളിലൂടെ പോകുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിവിടെ അറിയുന്നൊരു കസിൻ ഞങ്ങളുടെ ഒരു ഇവിടെ പോലീസ് സ്റ്റേഷൻ SP ആണ്. ആളുമായിട്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. 4 മണിക്കാണ് ആളുടെ മീറ്റപ്പ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതലായി ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ അപ്പം ഞാൻ നിങ്ങളോട് പറയാം. ഈ പണിയൊന്നുമില്ലാതെ ഈ എളുപ്പ വഴിയിൽ പൈസ ഉണ്ടാക്കാൻ ഇന്നത്തെ ഓൺലൈനിൽ ധാരാളം മാർഗങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ വളരെയധികം ഈ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ബെറ്റിംഗ് ആപ്പൊക്കെ വളരെ റിസ്ക് നിറഞ്ഞതാണ്. അത് അറിയാത്തവരായിട്ട് തന്നെ ആരും കാണില്ല. എന്നിട്ടും അവർ നിവൃത്തികേട് കൊണ്ടോ വേറെ പല കാരണങ്ങൾ കൊണ്ടോ ഇതിലൊക്കെ പോയി ചാടുന്നുണ്ട്. അപ്പോൾ പ്രൊമോ വീഡിയോസ് ഈ മല്ലു ഫാമിലി മാത്രമല്ല ധാരാളം പേര് ചെയ്യുന്നുണ്ട്. പിന്നെ ഗെയിമിലേക്ക് ഇവിടെ ആരെയും നിർബന്ധിച്ച് കയറ്റുന്നില്ല. സ്വന്തം ഇഷ്ടത്തിനാണ് എല്ലാവരും പോയി ചേരുന്നത് എന്നൊരു വാദഗതിയും ചുറ്റിലും പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ തന്നെ ആയാലും പൈസയ്ക്ക് ആവശ്യമുള്ളവർ ഇങ്ങനത്തെ ഇതിലൊക്കെ പോയി ചാടിയാൽ
കിട്ടുന്നതിനേക്കാൾ ഏറെ പറയാനുള്ള ഈ നഷ്ടപ്പെട്ടവരുടെ കഥകളാണ്. അപ്പോൾ ധാരാളം പേർക്ക്, ഇപ്പോൾ കുറച്ച് പേർക്ക് കിട്ടുന്നുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഒരിക്കലും. പക്ഷേ കിട്ടുന്നവരെക്കാളും കൂടുതൽ ചെന്ന് കുഴിയിൽ ചാടുന്നവരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും ഇതൊക്കെ ബാൻ ചെയ്യണമെന്നുള്ള ഒരു ആവശ്യങ്ങളുമായിട്ട് ധാരാളം ഇത് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. എന്തൊക്കെയായാലും ഈ പൈസ വെച്ചിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഇടപെടുമ്പോഴേക്കും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഒരുപാട് നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അറിയാത്ത കാര്യങ്ങൾ പിന്നെ ഈ ഇതുപോലത്തെ ബെറ്റിംഗ് ആപ്പ് ഇതൊക്കെ വളരെയധികം അപകടം പിടിച്ച കാര്യങ്ങളിലൊക്കെ പോയി കഴിയുന്നതും തല വെച്ച് കൊടുക്കാതിരിക്കുക. ആവശ്യം എന്തു തന്നെ ആകട്ടെ, അപ്പോൾ പൈസ സമ്പാദിക്കാനായിട്ട് നല്ല നല്ല വഴികൾ ധാരാളം ഉണ്ട്. അപ്പോൾ ഈ ക്വിക്ക് മണിക്ക് പിറകെ ബെറ്റിംഗ് ആപ്പിനുമൊക്കെ പിറകെ പോകാതെ ഈ ആളുകൾ ഇതൊന്ന് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് ഉദാഹരണമായിട്ട് എടുത്തിട്ട് ഷെയർ ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോ. എപ്പോഴും പറയാറുള്ള പോലെ പ്രത്യേകിച്ച് ഒരു ചാനലിനെതിരെയോ ഒരു വ്യക്തിക്കെതിരെയോ ഒന്നും പറയുകയോ പരിഹസിക്കാനോ ഉള്ള വീഡിയോ ആയിട്ട് ഇതിനെ കരുതണ്ട. ഇതൊരു സാമൂഹിക അവബോധനത്തിന് വേണ്ടിയിട്ട് ആൾക്കാർക്ക് ഇതൊന്ന് മനസ്സിലാകാനായിട്ടും ഇതൊന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളുടെ വീഡിയോയുമായിട്ട് ഇനിയും നമ്മൾക്ക് ഉടനെ കാണാം.